അള്ളാഹു നാടിനും ദീനിനും കുടുംബത്തിനും സുന്നത്ത് ജമാഅത്തിനും ഉപകരിക്കുന്ന എല്ലാ കഴിവുമുള്ള തലമുറകളാക്കി അള്ളാഹു അവരെ വളർത്തി തരുമാറാകട്ടെ. പരീക്ഷയുടെ സമയമാണ്. അള്ളാഹു അവർക്ക് നല്ല വിജയം നൽകുമാറാകട്ടെ. ദുനിയാവും ആഖിറവും നേടാനുള്ള വിജയം നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. ദുനിയാവിൽ ആഖിറത്തിന് നഷ്ടം വാങ്ങുന്ന ഒരു സ്വഭാവവും സംസ്കാരവും അള്ളാഹു തരാതിരിക്കട്ടെ. ഈ സ്ഥാപനം സംരംഭവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിയാത്ത, പ്രത്യേകിച്ച് പ്രവാസി കൂട്ടുകാരടക്കമുള്ള വീട്ടിൽ മറ്റു പ്രയാസങ്ങളോ മറ്റു കാരണങ്ങൾ കൊണ്ടോ വരാൻ കഴിയാത്തവർക്കും ഈ സദസ്സിന്റെ പുണ്യം അള്ളാഹു നൽകുമാറാകട്ടെ. കഴിഞ്ഞ 12 മാസക്കാലം അങ്ങനെ എല്ലാ മാസവും ഭക്ഷണം കൊടുക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് കൊടുക്കുന്ന ആളുകൾ, അവിടെ മരിച്ചുപോയവരുടെ പേരൊക്കെ മാഷ് പറഞ്ഞു. അവർക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ അള്ളാഹു സ്വർഗീയ ഭക്ഷണവും സൽക്കാരവുമാക്കി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചവരെ ഓർത്ത് ഭക്ഷണം കൊടുത്ത ആ മക്കൾക്ക് അള്ളാഹു അവരുടെ പൊരുത്തവും അള്ളാഹു നൽകട്ടെ. സുദീർഘമായി ഒന്നും പറയാൻ ഇല്ല. പറയേണ്ടതൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞിരുന്ന് നടക്കുന്ന ആൾക്കാരോടല്ലേ. പള്ളിയിലൊക്കെ വന്ന് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നല്ല മട്ടം പോലെ നടക്കുന്ന ആൾക്കാരോട് എന്ത് പറയാന്. എന്നാലും കാണുമ്പോൾ കിട്ടുമ്പോൾ മുതലാക്കുക എന്നുള്ളത് ഞങ്ങളെ പോലത്തെ ഉസ്താദന്മാരുടെ പണിയാണ്. അതിനൊരു കാരണമുണ്ട്. ഇത്തരത്തിലുള്ള സദസ്സ് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ് പകർന്നു കൊടുക്കുന്ന സംഗമങ്ങളാണ്, ഒരുമിച്ച് കൂടലുകളാണ്. ആ ഒരുമിച്ച് കൂടലിനെ കുറിച്ച് നമുക്കറിയാം. അത് ദുനിയാവിലെ സ്വർഗ്ഗത്തോപ്പാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവിലെ സ്വർഗ്ഗമാണ് ഇത്, ഇൽമിന്റെ മജ്ലിസ്. അള്ളാഹു നാളത്തെ സ്വർഗം നേടാൻ ഈ സ്വർഗീയ സദസ്സായി അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ദുനിയാവിൽ ഒരു സദസ്സുണ്ട്, സ്വർഗം. അവിടെയാണ്, അത് മുത്ത് നബിയുടെ ചാരത്താണ്. അള്ളാഹു അവിടെയും മരണത്തിന്റെ മുമ്പ് എത്തി ഹബീബിനെ കൺകുളിർക്കെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടൊക്കെ ഹബീബിന്റെ പൂമുഖം ദർശിച്ച് മരിക്കാൻ അള്ളാഹു ഈ സദസ്സൊക്കെ ഒരു കാരണമായി അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ മരിക്കുമ്പോൾ ഹബീബിന്റെ പൂമുഖം കണ്ടാൽ മരണമായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മരണത്തിന്റെ രുചി പല രൂപത്തിലും മനുഷ്യൻ അനുഭവപ്പെടുന്നതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിന്റെ ടേസ്റ്റ് അറിയും എന്നാണ്. മരിക്കും എന്നല്ല ചില ആൾക്കാർ മനസ്സിലാക്കിയത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും എന്നാണ് ചില ആൾക്കാർ മനസ്സിലാക്കിയത്. എല്ലാവരും മരിക്കും എന്ന് പറയുന്നതിന് പകരം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് മരണത്തിന്റെ ടേസ്റ്റ്, ദാഇഖത്തുൽ മൗത്ത്, ടേസ്റ്റ് അറിയുമെന്നാണ്. സംഭവം ഒന്നാണ്. സംഭവം എന്താണ്? സംഭവം മരണമാണ്. അല്ലേ? അതെല്ലാവർക്കും അറിയാം. മരണം എന്നത് ഒരു സംഭവമാണ്. പക്ഷേ അത് പലർക്കും പല രൂപത്തിലുമാണ് അറിയുക. അല്ലാഹു ദുനിയാവിൽ നിന്ന് പോകുന്ന യാത്ര ഏറ്റവും മുന്തിയ ഒരു അനുഭവമായി അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഇതൊക്കെ കാരണമാക്കി തരട്ടെ. അല്ലാഹു അതിന് ഇത് കബൂൽ ചെയ്യട്ടെ. ഇവിടെ വന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ. അതാണല്ലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാനത്തെ വിജയമുണ്ടല്ലോ, ആ മരണത്തിന്റെ ടേസ്റ്റ്, അതൊരു വലിയ ആനന്ദമായി അനുഭവപ്പെടുന്നവൻ അവനാണ് ഏറ്റവും വലിയ വിജയി. അല്ലാഹു ആ വിജയികളിൽ, ആ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഒരു കാരണമാണ് ഈ സംഗമം. അതിന് കാരണമാണ് ദിക്ർ, അതിന് കാരണമാണ് ഇസ്തിഗ്ഫാർ, അതിന് കാരണമാണ് അസ്മാഉൽ ഹുസ്ന,
അതിന് കാരണമാണ് സ്വലാത്ത്, അതിന് കാരണമാണ് തഹ്ലീല്, അതിന് കാരണമാണ് ഖുർആൻ, അതിന് കാരണമാണ് മഹാന്മാരെ പേര് പറയലും ഹളറത്തുൽ ബദരീയ ബദരീകളെ പേര് ഒരുമിച്ച് കൂട്ടി പറയലും ചൊല്ലലും ദിക്റും സ്വലാത്തും ബദറും ബുർദയും വഅദും അതുപോലെയുള്ള ദുആവും ഒക്കെ ആ ഒരു സമയത്തെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലാഹു ആ കാത്തിരിപ്പ് ഒരു വലിയ വിജയ ആഘോഷമായി മരണവും അനന്തര കർമ്മങ്ങളും, മരണം അല്ലേ, മരണം മാത്രമല്ല, വിജയിച്ചു മരിച്ച ഒരാൾ, അയാളുടെ മരണം എത്ര കേമമാണ്. എത്ര എത്ര ആലിമീങ്ങൾ, എത്ര എത്ര മുതഅല്ലിമീങ്ങൾ, എത്ര എത്ര നല്ലവരായ ആളുകൾ ആ മയ്യത്ത് ചുമലിൽ ചേർത്തി നിർത്തി അനുഗമിച്ച് നിസ്കരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ച് തസ്ബീഹ് ചൊല്ലിക്കൊടുത്ത് യാസീനോദി ഖത്മുൽ ഖുർആൻ നടത്തി മയ്യത്തിന്റെ പാപമോചനത്തിന് ആത്മീയ ഉന്നതിക്ക് വേണ്ടി എത്ര സമയം മുഅ്മിനീങ്ങൾ ഈമാനുള്ളവർക്കല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അവര് ആളുടെ വലുപ്പം കാണാൻ, അതൊക്കെ കാണുമ്പോ ചില ആളുകൾ പറയും നമുക്ക് കിട്ടുമോ ആ സൗഭാഗ്യം. അതിന് ദുനിയാവിലെ ജീവിതത്തിന് മനുഷ്യൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനിച്ച് ഏതൊരു അധ്വാനത്തിന്റെയും റിസൾട്ട് ആ അധ്വാനത്തിന്റെ അവസാനമാണ്. 1ാം ക്ലാസ്സിൽ അധ്വാനിച്ച് 8ഉം 10ഉം മാസം പൂർത്തിയാകുമ്പോൾ അരക്കൊല്ലം ഒരു പരീക്ഷ, കാക്കൊല്ലം ഒരു പരീക്ഷ, അതൊക്കെ കഴിഞ്ഞ് ക്ലാസ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അതിൽ ജയിച്ചാലും തോറ്റാലൊന്നും ചിലപ്പം പ്രശ്നമായി തോന്നൂല. അതൊക്കെ ചെറിയ ചെറിയ വിഷയത്തിലൂടെ കഴിഞ്ഞ് അവസാനം നടക്കുന്ന വാർഷിക പരീക്ഷയിൽ തോൽക്കുമ്പോഴാണ് സങ്കടം. നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാർഷിക പരീക്ഷയിൽ അതാണ് ആഖിബത്ത്. അല്ലാഹു നല്ല വിജയം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് വരാൻ മടിച്ചിട്ടുണ്ടോ, ഉറങ്ങിപ്പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മടി കാണിച്ചിട്ടുണ്ടോ, അവരോട് നിങ്ങൾ പോയി ഉണർത്തണം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കാര്യത്തിനും ചില മനുഷ്യന്മാർ പോകില്ല, ഒരു നല്ല കാര്യത്തിനും ചില മനുഷ്യന്മാർ ഇടപെടൂല. ആ സ്ഥാനത്ത് ചാടിക്കളിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു ആവേശം. ഒന്ന് തുണി വെച്ചിട്ട് ചാടണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ആനന്ദം. ഒന്ന് കുപ്പായം കഴിച്ചിട്ട് കളറൊക്കെ പൂശിയിട്ട് 4 തെമ്മാടിത്തറ കൊണ്ട് വിളിച്ചറിഞ്ഞാൽ ആളുകൾക്ക് എന്തൊരു ത്രില്ലെന്നറിയോ. അതിന് എത്ര ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ചേക്കേണ്ട, വായക്കാട് ഒരു ഷട്ടിൽ ടൂർണമെന്റ്, ഒരു ഫുട്ബോൾ ടൂർണമെന്റ്, അതല്ലെങ്കിൽ ഒരു കബഡി ടൂർണമെന്റ്, ഒന്നും വേണ്ട, കുറച്ച് ആൾക്കാർ കൂടി കമ്പവലി വയ്ക്കും. എത്ര ജനണ്ടാണ്. എന്നെ വരുമ്പോൾ മാഷ് നെട്ടിച്ച് പലരോട്ടും നെട്ടിക്കലാണ്. ഞാൻ നിർത്തണം, ഞാൻ അടുത്ത പ്രാവശ്യം വിൽക്കൂല. അപ്പൊ ആൾക്കാരെ അങ്ങനാക്കേണ്ടത് പെട്ടെന്ന് 9 ചെയ്യണം. 9:45 ആ മണിക്കൂർ കൂടെ സമയം. നിങ്ങൾ ആലോചിച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചില സംഘാടകർ, ആരായി സംഘാടകർ നല്ല മനുഷ്യന്മാരാണ്. പള്ളി നടത്തുന്ന ആൾക്കാരും സംഘടനാ നേതൃത്വത്തിലുള്ള സാധുക്കൾ നല്ല മനുഷ്യന്മാരാണ്. ഓരിങ്ങനെ പെടാപാട് പെട്ടിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുക. എന്നാലോ സംഘടിച്ചിങ്ങനെ വരുമ്പോ ആ വരുന്ന ഉസ്താദിനോട് പറയും, മര്യാദയ്ക്ക് ഞാൻ നിർത്തിപ്പോയി പോലിട്ടോ. നിങ്ങളാരും അറിയാതെ ഈ ഉസ്താദന്മാരോട് സ്വകാര്യമായിട്ട് ഈ സംഘാടകർ പറയും, ഇല്ലെന്താ ഈ പരിപാടി എങ്ങാനും കട്ടകാലത്തിന് വന്നാൽ കിട്ടിയാൽ പുറത്തിറങ്ങുമ്പോൾ പറയും, ഞാൻ അടുത്ത നിൽക്കുന്ന വിൽക്കേണ്ട അപ്പൊ വലിയ മനുഷ്യരുണ്ട്. അത് പേടിച്ചിട്ട് സംഘാടകർ എന്താക്കും, സംഘാടകർ വന്ന ആളോട് പറയും, പിരിച്ചു വിടണം, നമ്മളെ കൂട്ടത്തിൽ പ്രഷറുള്ളവരുണ്ട്. ഏത് പ്രഷർ? അടുത്ത നിൽക്കുന്ന റെസ്റ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ പ്രഷർ. ആ സ്ഥാനത്ത് ഡോക്ടർ അളത്ത് തൂക്കുന്ന പ്രശ്നമില്ലാതെ നിർത്തിയിരിക്കുന്ന ആളുകൾ കാണാം. ഉമ്മമാരുടെ ഉള്ളത്തിലുണ്ടാവും പ്രഷറും ഷുഗറൊക്കെ കൂടിയ ആൾക്കാർ, ഓർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രഷറായിരിക്കാം നമ്മക്കാണ്. അല്ലാഹു മൂലയിലാകുന്ന പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അല്ലാഹു തരാതിരിക്കട്ടെ. ഒരു പ്രഷറും അല്ലാഹു തരാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് 3 വട്ടം സ്വഹാബത്ത് ഉപദേശം തേടിയപ്പോൾ പറഞ്ഞത്, ഈ ദേഷ്യം പിടിക്കരുതെന്നാണ്. നമ്മളൊക്കെ ആണെങ്കിലോ ദേശത്തിന് 1ാം നമ്പർ ആൾക്കാരാണ്. നമ്മൾ നന്നായില്ലെന്ന് അർത്ഥം.
അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു നന്നാക്കി തരട്ടെ. അതിന് നല്ല ദിക്റുകൾ ചൊല്ലണം, അള്ളാഹുവിനെ ഓർക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ശാന്തി സമാധാനത്തിന് ഏറ്റവും വലിയ ചാൻസ് എന്താണ്? അള്ളാഹുവിനെ ഓർക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം, അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആലോചിക്കേണ്ട ഒറ്റ അടി കൊണ്ട് കിട്ടിയാൽ ഒരൊറ്റ വിളി കൊണ്ട് വിളിച്ചാൽ മതി. അല്ലാഹ്. ആഹാരത്തുമ്പോഴേക്ക് നമ്മളെ വേദന മുഴുവൻ ശ്രമിച്ചു. നെഞ്ചുവേദനയാകുന്ന സമയത്ത് നെഞ്ചമർത്തിപ്പിടിച്ചിട്ട് എന്നോ മരിച്ചുപോയ പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് നീട്ടി വിളിച്ചാൽ ആ വേദനയ്ക്ക് എന്തൊരാശ്വാസമാണ്. ശരിയല്ലേ? നമ്മളെക്കാൾ കുറച്ച് മുമ്പ് മരിച്ചുപോയ നമ്മൾ വല്യാപ്പനോട് ചോദിച്ചു നോക്കേണ്ടി, വേദന വന്നപ്പോൾ എന്താണ് വിളിച്ചത്? നമ്മളെ വല്യാപ്പ വിളിച്ചത് ബദരീങ്ങളെ എന്നായിരുന്നു. ഇനി നമ്മൾ വിളിച്ചാൽ നമുക്ക് യാതൊരു സീറ്റ് കിട്ടൂല. ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അല്ലേ? ആത്മാവിനുള്ള ബോധത്തെ നഷ്ടപ്പെട്ടു. ആ രൂപത്തിൽ ഈമാനുള്ളവന്റെ ഈമാനിന് പോലും പോറൽ സംഭവിച്ചു. പുതിയ കാലത്ത് മയ്യത്തിമാരെ പാടിയാൽ സംഭവം മാലെന്നെല്ലാവരും മറന്നു. തസ്ബീഹുമാനെ നമുക്ക് കുറച്ചറിയാം, അതൊക്കെ ഇപ്പൊ കയ്യിൽ നിന്ന് ഒഴിവായി. ഇപ്പൊ വേറെന്തോ സാധനം തസ്ബീഹുമാനെ കൂട്ടിയിട്ടൊക്കെയാണ് ചില പള്ളിയിൽ പോയാൽ ഒറ്റ കുട്ടി തുടരില്ല. പുതിയ യന്ത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കാൻ. പഴയ കാലത്തൊക്കെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരൊറ്റ മുസ്ലിമായ ഒരു പെണ്ണിനെയും റോട്ടിൽ കാണാറില്ലായിരുന്നു. ഇന്നിപ്പോ റോട്ടിൽ പോയി നോക്കിയാൽ അമുസ്ലിമീങ്ങളായ ആളുകളെക്കാൾ 3 ഇരട്ടി 100 ആളുകൾ ഒരുമിച്ച് കൂടുന്നോട്ട് 25 അമുസ്ലിമീങ്ങൾ 75 മുസ്ലിമീങ്ങൾ. ഇസ്ലാം പറയാത്തതുകൊണ്ടാണോ? ഇന്ന് 2 വൈദ്യന്മാര് പറഞ്ഞപ്പോ ഒരു വൈദ്യർ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞു, ഒരു വൈദ്യർ പണ്ഡിതനായതുകൊണ്ട് പറഞ്ഞു. ഉറപ്പില്ലാതെ വിളിച്ചു പറയാൻ ഓരോരുത്തരോട് അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ വ്യാഖ്യാനിക്കുന്നു പരിശുദ്ധ ഖുർആൻ. മൂക്ക് കീഴ്പ്പെട്ടുള്ള ചിന്തിക്കാൻ തലച്ചോറുള്ള ഏതൊരാൾക്കും പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം, അൽ മർഅതു ഔറത്തുൻ, പെണ്ണ് എന്നത് ഔറത്താണ്. പെണ്ണ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കേണ്ടവളാണ് പരിശുദ്ധ ഖുർആൻ. ആലോചിക്കട്ടെ, തെരുവിൽ ഈ തുള്ളിക്കളിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഇല്ലേ? തെരുവിലിറങ്ങിയിട്ട് ചാടിക്കളിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം ഇല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളോട് ഇങ്ങനെ പറയാൻ സാധിച്ചു. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണാൻ അനുവദനീയമല്ലാത്ത ഒരാളുടെയും മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിക്കരുത്. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്ഥലത്തേക്ക് പോകാൻ ബാക്കിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. പെണ്ണിനെ പരിശുദ്ധ ഇസ്ലാം വളരെ മുന്തിയ ഒരു സമ്പത്തായിട്ടാണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കണമെന്നാണ്, ഒഴിഞ്ഞു നിൽക്കണമെന്നാണ്. പെണ്ണ് അത്രയും സംഭവമാണ്. ആ പെണ്ണ് പുറത്തു വന്നാൽ ഒരു മുന്തിയ മാണിക്കക്കല്ല് വന്നാൽ എന്താ ഉണ്ടാകുക? മാണിക്കക്കല്ല് ആരെങ്കിലും നിങ്ങൾ കണ്ടോ? അങ്ങാടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചത് കസാരമാണ്. ഏറ്റവും മുന്തിയാണ്. നമുക്കിപ്പോൾ മാണിക്കക്കല്ലാണ് കൂട്ടിപ്പോയി. അതൊരാളെടുത്തുണ്ട്, അത് കാണിച്ചൊന്നും അയാൾ കൊടുക്കൂല. അയാളേക്ക് അത്ര ബന്ധമുണ്ടെങ്കിൽ അയാൾ സ്വകാര്യമൊക്കെ ചെന്നാൽ ചിലപ്പോൾ എന്നാലും അയാൾക്ക് പേടിയാണ്. കാരണം ആരെങ്കിലും കൊടുക്കുമോ? പെണ്ണിനെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും ബഹുമാനിച്ചൊരു സംഭവമാക്കിയിട്ടാണ്. പെണ്ണിങ്ങനെ അരിഞ്ഞിരിഞ്ഞ് നടക്കേണ്ടവളല്ല. പെണ്ണിനെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യാൻ ബാപ്പ, അത് കഴിഞ്ഞാൽ ഭർത്താവ്. ഇന്നിപ്പം പെണ്ണുങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ നമുക്കൊരു കൂലിക്കാരനായിട്ട് ആളുകളാണ്. ഓരോ എതിർച്ചോളുന്നാണ് അന്നത്തെ പുതിയ തലമുറ മുഴുവൻ. ആ വിഷയത്തിലൊന്നും ഞാൻ കയറുന്നില്ല. ഏതായാലും ഒന്ന് പറയാൻ, പ്രിയപ്പെട്ട മക്കളെ,
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് വളരെ വ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും എരപ്പായി വഷളായി മാറി മുഴുവൻ വിരലും വായിലിട്ട് കടിച്ചാൽ തീരാത്ത അത്രയും വലിയ ദുരിതം പെണ്ണിന് മക്കൾക്ക് ഒക്കെ ജന്മം കൊടുത്ത ആളുകൾ അനുഭവിക്കേണ്ടി വരും. നഊദുബില്ല, അല്ലാഹു കാക്കട്ടെ. ആ സ്ഥാനത്ത് ഒരു ഭാഗം മാത്രം പറഞ്ഞു നിർത്തിയാൻ പോണില്ല. ആ സ്ഥാനത്ത് അല്ലാഹുവിനെ പറഞ്ഞു മനസ്സിലാക്കി പരിശുദ്ധ ദീന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ആത്മീയ ഉന്നതി കൈവരിച്ചൊരു സന്താനം ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, മരിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ലാഭമായിട്ട് പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കൾ ആത്മീയമായി ഓർത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല സന്താനം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയൊരു സമ്പത്താണ്, ലാഭമാണ്, മെച്ചമാണ്. കാരണം നമ്മൾ ചെയ്ത അമലുമായി ഖബറിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളെ മക്കൾ, നമ്മളെ അനന്തര അവകാശികൾ, നമ്മളെ സ്വന്തം ബന്ധം ചെയ്യുന്നതിന് ഖബറിൽ നമ്മളെ ഗ്രേഡ് മാറും. നമ്മൾ മരിച്ചതിന്റെ മുമ്പ് ചെയ്യുന്നതിന്റെ അമലുകൾക്ക് പുറമെ നമ്മളെ പ്രൊഡക്ഷൻ നടന്ന സംഭവങ്ങൾ തരുന്നത് കൂടെ നമ്മൾ ആത്മീയ ഉന്നതി വീണ്ടും വീണ്ടും ഉയരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് വാർഷികം നടക്കും, അതല്ലെങ്കിൽ മാസാന്തം നടക്കുമ്പോൾ മകന്റെ കൈപിടിച്ച് മകളെ കൈപിടിച്ച് ആരൊക്കെ കൊണ്ടുവന്ന് സംഘടിപ്പിച്ച് ഇരുത്തിയിട്ട് ഒരു 10 മിനിറ്റ് വയതും ഒരു 10 മിനിറ്റ് ദിക്റും ചൊല്ലി നല്ലൊരു ദുആവും കഴിഞ്ഞ് നമുക്ക് പോയാൽ ജീവിതത്തിന് വലിയ മാറ്റാണ്. മോനിവിടുണ്ട്, മോളവിടുണ്ട്, ഭാര്യപ്പുറത്തുണ്ട്, ഉമ്മപ്പുറത്തുണ്ട്, ഭർത്താവപ്പുറത്തുണ്ട്, വാപ്പപ്പുറത്തുണ്ട്, ഒക്കെ ഉണ്ട്. അന്ന് ദിക്റിന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് ഇല്ല അല്ലേ? 89 മുമ്പ് തുടങ്ങിയ ഈ മഹത്തായ ആത്മീയ സംരംഭം അന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാകും. പണ്ട് ഉപ്പ കൈപിടിച്ച് കൊണ്ടുവന്ന ഓർമ്മ. അങ്ങനെ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവന്നിക്കാൻ? ഈ സദസ്സിൽ ഉപ്പ പണ്ട് കൈപിടിച്ച് കൊണ്ടുവന്നിരുന്നു എന്ന് പറയാൻ വേണ്ടി ആരുണ്ടോന്ന് അറിയാം. ഇനി ആരാളുള്ളത്? അതാ അവിടെ ഒരാളുണ്ട്. ഇനി ആരാളുള്ളത്? അവിടെ ഒരാളുണ്ട്. ഇനി ആരാളുള്ളത്? നിങ്ങൾ ചിന്തിച്ചു വെക്കട്ടെ. ആ വാർത്തക്ക് വേണ്ടി നമ്മൾ നേരത്തെ വേണമല്ലോ, ഭീകരായി ഇവിടെ വന്നു പോയവർ, അതിന്റെ പുറമെ നമ്മുടെ മരിച്ചുപോയവർ, ആ രണ്ടിലും കിട്ടി. നമ്മളെ മരിച്ചവർക്കും കിട്ടി, നേരത്തെ ഇവിടെ വന്നുപോയവർക്കും കിട്ടി. ദുനിയാവിന്റെ സകല സുഖങ്ങളും അറിയാതെ പോയ ഒരു തലമുറയാണ് കഴിഞ്ഞ് മരിച്ചുപോയ നമ്മളെ പൂർവികർ. ഇന്നിപ്പോ നമ്മളെ സ്വസ്ഥ ഭക്ഷണം എന്താ? മതിയ എന്താണ്? ബിരിയാണിയാണോ? മതിയാണോ? ബിരിയാണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പഴയ കാലത്ത് നിങ്ങളത് മാമന്റെ കൈ പിടിച്ച് വന്നു ചക്കരച്ചോറോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ അന്നൊന്നും ഉണ്ടാവില്ല. അന്ന് ചിലപ്പോ ഒരു അലുവ കഷ്ണം, ഒരു തേങ്ങാപ്പൂളിന്റെ കഷ്ണം ഉണ്ടാകുന്ന. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോയ കാലത്തുള്ള ഓർമ്മയുണ്ട്. ഇപ്പോഴും സ്ഥലത്തിലൊക്കെ പോയാൽ പള്ളിയിൽ നിന്ന് കിട്ടലെന്താണ്? ഒരു അലുവ കഷ്ണം, ഒരു തേങ്ങാപ്പൂൾ, അതിനെന്നെ അടിയായി. ആ ഒരു പള്ളിയിൽ ആരെങ്കിലും ആളുകൊണ്ട് ഒരു ചെറിയ ഒരു തളികയോട് കൊണ്ടുവന്നാലും പിന്നെ നിക്രാനിക്ക് സ്വലാത്ത് മജ്‌ലിസൊക്കെ അധികം ചുറ്റുമായിട്ടുണ്ടാവുക. കാരണം ഒരു അലുവ കഷ്ണം കിട്ടാനില്ലായിരുന്നു എന്ന്. അന്നൊരു തേങ്ങാപ്പൂൾ കിട്ടാനില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ചോറോ ഒരു കണ്ണീരെ പൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വിളിച്ചാട്ടിയിലാണ് കൂടുതൽ. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ ആ ക്ഷേത്രത്തിൽ വീട്ടിൽ പോയി ഞാൻ വേഗം പോകണം വിചാരിച്ചാൽ ഞങ്ങളെ ഭക്ഷണം കണ്ട് അന്താളിച്ചിട്ട് വച്ചവരുടെ വൃത്തിയിൽ പോയി. ഭക്ഷണം വേണ്ട നമുക്ക്. എല്ലാവരും തിന്നിട്ട് ഒരു ഭാഗത്ത് നെഞ്ഞി തൂങ്ങിന് കൊഴുപ്പ്, വേറെ വള്ള ചാടിന് ഉപ്പ്, വേറെ മൂടി ചാടിന് പഞ്ചസാര, ഇതെല്ലാം കൂടെ ചാടിയിട്ട് മനുഷ്യൻ നടക്കാൻ ഉണ്ടാക്കിയ സമ്പത്തിനേക്കാൾ ഭീകരമായ സമ്പത്ത് അവസാനം ഉണ്ടായത് തീർക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ വേറിയിട്ട് അവസാനം മൂക്കിൽ കൊണ്ട് വെച്ചിരിക്കുന്ന പോലെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉണ്ടാക്കിയ സമ്പത്തിൽ ഭീകരമായ അനുഭവത്തിൽ അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. കോമഡിയൊക്കെ അടിക്കുക. ആലോചിച്ച് നോക്കിയിട്ട് ഒരു ഇന്റർനാഷണൽ കോമഡി എന്നല്ല മനുഷ്യന്റെ ജീവിതം അല്ലേ? കുറെ വാരി കയറ്റിയത്
പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതിനേക്കാളും വലിയ ഇറക്കത്തിന് വേണ്ടിയിട്ട് പൈസ കൊണ്ടേ കൊടുത്തു ഹോസ്പിറ്റലിൽ. എത്ര ലക്ഷങ്ങളാണ്. പണ്ടൊക്കെ ഒരു മുറി ഉണ്ടായാലും 25 റുപ്യ 50 റുപ്യക്ക് പണിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ചെറിയ മുറി ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25,000 30,000 50,000 കൊടുക്കണം. കൊല്ലങ്ങൾ അധ്വാനിച്ച പൈസ മുഴുവൻ നശിച്ചു പോകുന്നു. അള്ളാഹു സകല കീറി മുറികളെ തൊട്ട് നമ്മളെയും നമ്മളെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കീറിയാലും ശരി, മുറിച്ചാലും ശരി, ഹോസ്പിറ്റലിൽ കിടന്നാലും ശരി, കിടന്നില്ലെങ്കിലും ശരി, നല്ലൊരു മരണം ഏതായാലും അങ്ങനെയുള്ള ദുരിതങ്ങളിലൂടെ അല്ലാതെ നല്ല രൂപത്തിൽ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹോസ്പിറ്റൽ, ICU, വെന്റിലേറ്റർ, ഡയാലിസിസ്, ബൈപ്പാസ്, സ്ട്രോക്ക്, ബ്ലോക്ക് തുടങ്ങിയ സകല ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. നല്ലവർക്ക് മരിക്കാനേക്കാത്ത കാലമാണ്. മരിക്കാനായി എന്ന് കണ്ടാൽ തൊള്ളനുള്ളിൽ വലിയൊരു ക്ലാമ്പ് ഇട്ടിട്ട് മരിച്ചിട്ട് ഒരു പൈപ്പർ ഒറ്റമല്ല. അതിന് പുറത്തുനിന്ന് പൈസ കൊടുക്കാനുള്ള മക്കൾ 50,000 റുപ്യ. വെന്റിലേറ്റർ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളെന്താ വിചാരിച്ചു? മൊബൈലൊക്കെ പുസ്തകങ്ങൾ കാണുന്ന സമയത്ത് ഒന്ന് ഹോസ്പിറ്റൽ, ICU, പിന്നെ വെന്റിലേഷനൊക്കെ നടിച്ചു നോക്കേണ്ടി കാണാം. കിടക്കുന്ന സാധു മനുഷ്യനെ ഇഞ്ചക്ഷൻ ചെയ്ത് അർദ്ധബോധത്തിലേക്കാക്കി തല പിന്നോട്ട് വലിച്ചിട്ട് ഒരു ആകൃതിയിലുള്ള സാധനം അണ്ണാക്കി കറക്കിക്കൊണ്ട് ഒന്നിക്കാൻ വലിയ കല്ലൊക്കെ മറക്കണ പോലെ. എന്നിട്ട് ആ മറച്ചതിനുള്ളിലൂടെ ഒരു 1.5 ഇഞ്ചിന്റെ പൈപ്പ് അങ്ങോട്ട് ഉള്ളിലേക്ക് തിരിച്ചിറക്കാൻ. നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു നൂല് പോലും തൊള്ളയിൽ കുടുങ്ങിയാൽ 1000 വട്ടം ഓക്കാനിക്കുന്ന നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്റ്റീലിന്റെ തലക്കൂത്ത സാധനം അണ്ണാക്കിലേക്ക് കുത്തി ആ അണ്ണാക്കിലെ പൈപ്പ് ഒന്ന് ലെവലാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് വലിയ പൈപ്പ് ഇറങ്ങിയിട്ട് ഉള്ളിലെത്തിക്ക്. ഏതാണ് വെന്റിലേറ്റർ. പിന്നെ കുറെ ചെറിയ പൈപ്പൊക്കെ അതിന്റെ സൈഡിൽ കൂടെ ഇറങ്ങും. തൊള്ളയിൽ സ്റ്റിക്കർ ഒട്ടിക്കും. എല്ലാം കഴിഞ്ഞു. ആ എല്ലാവർക്കും ഘടിപ്പിച്ച സ്ക്രീൻ ഇപ്പുറത്ത് അതിന് 3-4 ലൈൻ ഇങ്ങനെ നേരെ ഉണ്ടാകും. സ്വന്തക്കാരോട് കയറുന്നവരൊക്കെ കഴിഞ്ഞിട്ടോ. ചൊല്ലാനില്ല, ഒരാൾ ചൊല്ലിപ്പിക്കാനില്ല, നല്ല നിലക്ക് നേരാൻ വേണം ഒരു തുള്ളി വെള്ളം കൊടുക്കാനാവില്ല. കൊടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്താൽ പോലും ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് മരിക്കാൻ പോകുന്ന ആൾക്ക് വെള്ളം കൊടുത്താൽ തെരപ്പ് പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഡോക്ടറിനും വെള്ളം കൊടുക്കാൻ പോകാൻ പറ്റില്ല, തെരപ്പ് പോകും. തെരപ്പ് പോയെന്താ മരിച്ചു ഏതായാലും മരിക്കുകയാണ്. കുടിച്ചായിട്ട് തെരപ്പ് പോയി മരിച്ചു. എന്നാലും കുഴപ്പമില്ല, കിട്ടാതെ മരിച്ചു എന്ന് പറയുന്നുണ്ടോ? അങ്ങനെയാണ് ചോദിച്ചു. അങ്ങനെ തന്നെയാണ്. അതിന്റെ കുഴപ്പമില്ല, നിങ്ങൾ കൊടുത്തോളിയാ. അപ്പം ആ സമയത്തൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നേടി തന്ന ചങ്കുറപ്പ് അല്ലാഹു മരിക്കുമ്പോ അങ്ങനെയുള്ള ഗതികേടിലോ നമ്മളെ പ്രിയപ്പെട്ടത് മരിക്കുമ്പോ അങ്ങനെ ഗതികേട് ഉണ്ടാക്കുന്നതിലോ അല്ലാഹു നമ്മളാരെയും പെടുത്താതിരിക്കട്ടെ. അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ആധുനിക ലോകം വളരെ സെറ്റപ്പിൽ പോയായിട്ടുണ്ട്. പഴയ കാലത്ത് പ്രായമുള്ള ആൾക്കാരെന്ന് ചോദിച്ചാലറിയാം, പഴയ കാലത്ത് ഒരു രോഗിനെ തൊട്ടാൽ ഡോക്ടർ പറയും ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ അത്രേ കപ്പാസിറ്റി ഉള്ളൂ. ഇന്നിപ്പോ മരിച്ചതിന് ശേഷം ഡോക്ടറോട് ചോദിച്ചാൽ പറയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണുള്ള അറിയില്ല. ഞാനതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാം സൂക്ഷിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ അവസാനം നല്ല നിലക്ക് മരിക്കാം. എല്ലാ മാസവും നടക്കുമ്പോൾ വാർഷികാകുന്നതാണോ നോട്ടീസിൽ വാർഷികം എന്ന് കാണുന്നു. വാർഷികമായതുകൊണ്ടാണ് കുറച്ച് ആളുകളെ കൊണ്ടുപോയത്. എല്ലാ മാസവും നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ഒരു ആത്മീയ പദ്ധതി സംഘടിപ്പിച്ചിട്ട് നാം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നാം മരിച്ചു എന്ന വിവരം കേട്ടാൽ ഇവിടുന്ന് ഒരാളും വേർക്കില്ല. ഇവിടെ സസ്യ യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തോട് സുന്നത്തമാത്തിന്റെ ആവശ്യമുള്ള ഇതൊക്കെ ഉപയോഗപ്പെടുത്തില്ലേ? ഞാൻ ആ വിഷയത്തിൽ കുറച്ച് മുഷ്കിലാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വരാത്ത ആൾക്കാർക്കൊന്നും ചെയ്യാറില്ല. ചില ആളുകൾ അവസ്ഥാതെ വരെ നന്നാക്കാൻ പിന്നെന്താ മാർഗം? അത്രയും കാലം ഇവിടെ നാട്ടുകൾ ദേവത്തെ നടത്തിയിട്ട് അത് ഏശിയില്ലെങ്കിൽ ഇനി മരിച്ചതിനെ സുഖം കഴിയും. എന്തിനാ നമ്മൾ സമയം പോകേണ്ട ആവശ്യം? അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ചിലപ്പോൾ പെട്ടുപോകാറുണ്ട്. അങ്ങനത്തെ ആളുകൾ മരിച്ചോട്ട് പോയിട്ട് വേർത്ത് കുളിച്ചു പോകുന്ന അനുഭവം കണ്ടു. കാരണം അവർക്ക് വേണ്ടി ചെയ്യാൻ മറ്റാരും ഉണ്ടായില്ല എന്നുള്ളത്.
ഒരു സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ മരിച്ചപ്പോൾ ചോദിച്ചു, ഉസ്താദ് ഒരു 25-30 കുട്ടികൾ മതി, എല്ലാവരും കൂടെ വേണ്ടായിരുന്നു, എല്ലാവരും കൂടെ 100 ആളുണ്ട്, എല്ലാവരും കൂടെ വന്നാൽ കുടുംബം ചോദിച്ചു, ബന്ധം ചോദിച്ചു, എല്ലാവരും വന്നാൽ എന്താ പ്രശ്നം ചോദിച്ചു, എല്ലാം തോന്നെ ആളുകൾ ഉണ്ടാവും, നമ്മൾ കുറച്ച് കുട്ടികൾ മതിയായിരുന്നു. തഹ്ലീലാണ് കേസ്, 70,000 ലായിലായിട്ടുള്ളതാണോ, 100 ആളുണ്ടെങ്കിൽ 700 ഇല്ലാ മതി. അവരില്ല, ആളുണ്ടാവും, വലിയ പൈസക്കാരനാണ്, കോഴിയൊക്കെ കട്ടകാലം പിടിച്ച മാതിരി, കാരണം ഒറ്റൊന്നുമില്ല. പരിപാടി പോയപ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും ആഴ്ചയൊക്കെ നിസ്കാരത്തിന് ശേഷം 10 ലായിലല്ലേ പാടും. എന്നിട്ടോ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി 1000 വട്ടം ലായിലൊന്നും. ഏതായാലും കഷ്ടിച്ചൊപ്പിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത യോഗം വിളിച്ചു, വീട്ടിനുള്ളിൽ കയറി. കാരണം വെച്ച അവകാശങ്ങളും കൊണ്ട് വരിക. ഞാൻ മഹലിൻ്റെ ആളൊന്നുമല്ല, എനിക്ക് പേടിയില്ല. മഹലിലെ പുസ്തകമാരെ വിളിച്ചാൽ 7,000 എടുത്തിട്ടുണ്ടാവില്ല. അന്ന് തന്നെ വിളിച്ചു. ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ഇത്രയും വലിയ കോടീശ്വരനായ ഇയാളുടെ പേരിൽ മരിച്ച 3-ന് ഒരു 100 തഹ്ലീലെല്ലാം പറ്റിയ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? എന്തിനാ ഞങ്ങളെ ബലിയാടാക്കി ചോദിച്ചു. അപ്പം ഉസ്താദെ, ബലിയാടാക്കിയൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളൊന്ന് വന്നു നോക്കി, പേരൻ്റെ സൈഡിൽ 300 ആൾക്ക് ചോറ് കഴിക്കാണ് പന്തലിട്ടുന്നത്. നിങ്ങൾ ആ ചെമ്പൂർ പോയി കണ്ടു നോക്കി, 350 ആൾക്കുള്ള ഭക്ഷണം, 50 കിലോ ചോറ്, ബിരിയാണി വെച്ചിട്ടുണ്ട്, വേറെ എക്സ്ട്രാ ഭക്ഷണം വേറെയുണ്ട്. 350 ആളുകൾക്ക് പാട്ടും പാടി തിന്നാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തേ പറ്റിയെന്നറിയില്ല, ഒറ്റ കുട്ടി വന്നിയില്ല. ഞാൻ പറഞ്ഞു, ചെല്ലാൻ പറ്റിയ ഏതെങ്കിലും ഒരുത്തുണ്ടാവില്ല കൂട്ടത്തിൽ. ഞങ്ങളെ എത്തിയെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മോളെ കെട്ടിച്ച പുതിയാപ്പളുടെ വാപ്പ എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കുറച്ച് സഹായിച്ചിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ എത്തിയെങ്കിലും ഞങ്ങൾ എത്തില്ലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വാപ്പ പാവം സാധു മനുഷ്യൻ, എന്തോ ഒരു നന്മ ഇതുണ്ടാവും, അത് ഇങ്ങനെങ്കിലും ആയി കിട്ടി, ഇല്ലെങ്കിൽ 70,000 തഹ്ലീലിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ സ്ഥാനത്താണ് വളരെ സാധു ഫക്കീർ മിസ്കീന്മാരായ ആളുകൾ. ഞാൻ ഇപ്പം എൻ്റെ സ്ഥാപനം ഉണ്ടാക്കി ഇവിടെ അടുത്താണ്, പെരുമണ്ണ വാർഡ് ഗവൺമെന്റ് അടുത്ത്. അവിടുത്തെ മഹലിന്റെ പ്രസിഡന്റായിരുന്നു, സീരിക്ക് ഉണ്ടായിരുന്നു. ഞാനൊക്കെ മർക്കസ് പഠിക്കുമ്പോൾ മൂത്രപ്പുര എഴുതുന്ന ആളായിട്ടാണ് ഞാൻ ഈ സത്താഭിസ്ഥാനൊക്കെ പഠിക്കാനായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മൂലയിൽ ഇങ്ങനെ പറ്റിങ്ങനെ നമ്മളൊക്കെ മുത്താലികളെ കാണുമ്പോൾ പേടിയാ. ഞാൻ പിന്നീട് സ്ഥാപനം എടുത്തപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാളെ മഹലിന്റെ പ്രസിഡന്റാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ, ഇത്രയും പ്രധാനമുള്ള ഇയാൾ മർക്കസിന്റെ ബാത്റൂം കേൾക്കുന്ന, ഹൗസ് കേൾക്കുന്ന ഒരു സാധു മനുഷ്യൻ. അയാൾ മരിച്ചു. എന്നെ നാട്ടുകാരൊക്കെ വിളിച്ചു, ഉസ്താദിനെ അറിയിക്കേണ്ടി. കാരണം ഉസ്താദിനെ ഇടങ്ങാറാക്കണ്ട, ഉസ്താദിനായിട്ട് വലിയ ബന്ധമാണ് ഇയാൾ, നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി, നിങ്ങൾ ഉസ്താദിനെ വിളിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി, ഇങ്ങനെ ആൾ മരിച്ചു ഫോട്ടോന്ന് വിട്ടുകൊടുത്താൽ മതിയാണ്. ഞാൻ ഉസ്താദിനെ ഹാദിമിയോ വിളിച്ചു. ഉസ്താദിനെ അങ്ങനെ എത്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. ഉസ്താദിന് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേക്കാൻ പറഞ്ഞാൽ മതി, ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഉസ്താദ് നോളജ് സിറ്റിക്ക് പോകാൻ ജുമാക്ക്, മരിക്കുന്നത് വെള്ളിയാഴ്ച സുബഹിക്ക്. നിങ്ങൾ ആലോചിക്കട്ടെ, മരിക്കുന്നത് വെള്ളിയാഴ്ച സുബഹിക്ക്. AP ഉസ്താദ് നോളജ് സിറ്റിക്ക് വേണേൽ ഹാദിമിയോ വിളിച്ചപ്പോൾ നോളജ് സിറ്റിയിലാണ് ജുമാക്ക്. അപ്പോൾ ഉസ്താദിന് നമ്മൾ പറയാം വേർക്കാനുള്ള സ്റ്റിക്കറും വോയിസൊക്കെ വിട്ടുതരാം. എന്നാൽ ഉസ്താദിന് കാണിച്ചു കൊടുത്താൽ ഇയാൾ കൊണ്ട് മർക്കസിൽ ഇങ്ങനെ അവിടുത്തെ ജീവനക്കാരനായിരുന്നു. ഉസ്താദ് ആ ഫോട്ടോ കണ്ട പഠിച്ചോനെ രാജ്യവും എന്നൊക്കെ പറഞ്ഞു ഉസ്താദ് സങ്കടം. ഇയാളെ മയ്യ നിസ്കരിക്കാൻ പോകണല്ലോ. ഉസ്താദ് ഇങ്ങോട്ട് വണ്ടി തിരിക്കുക. വണ്ടി തിരിച്ചു. ഉസ്താദ് അയാളെ വീട് കൊള്ളേ വന്നു. അയാളെ വീട്ടിലേക്ക് ഉസ്താദിന് വണ്ടിയോ കയറാനോ പറ്റില്ല. അങ്ങനത്തെ ഒരു ചെറിയ ചെറ്റക്കുടിയിൽ മക്കൾ പോലും ഇല്ലാത്തൊരു സാധു മനുഷ്യൻ, ഭാര്യയും അയാൾ ഒറ്റക്കേട്. അയാൾ മഹല്ല് പ്രസിഡന്റാണ്. അയാൾ രാഷ്ട്രീയക്കാരനായിരുന്നു മുമ്പ്. ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധ ഇസ്ലാമും അതിന്റെ സൗന്ദര്യവും സംഘടന രംഗങ്ങളും കണ്ട് ഒരൊറ്റടിക്ക് രാഷ്ട്രീയം വിട്ടിട്ട് SYS-ലൂടെ കടന്നു വന്ന് അവിടെ സകല സങ്കീർണമായ പ്രശ്നങ്ങൾ നടക്കും. ആ മഹലിന്റെ നേതൃത്വത്തിൽ മുന്നിൽ ധൈര്യത്തോടെ രാഷ്ട്രീയത്തിൽ നിന്ന് നേടിയെടുത്ത ആർജവം സംഘടനാ രംഗത്ത് ഊർജത്തോടെ മുന്നിൽ നിന്ന് നയിച്ചു. അങ്ങനെയാണ് പുതിയ നമ്മളെ മഹലിലുണ്ടായിട്ട് അയാൾ പ്രസിഡന്റായിരുന്നു. പക്ഷെ അയാൾ ജീവിച്ചിരുന്നത് മർക്കസിലെ പള്ളിയിൽ
മസ്ജിദുൽ ഹാമിലിയിൽ ഹൗദും മൂത്രപ്പുരയും കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ അപ്പോഴാണ് കെട്ടിയത്. ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഖാദിമീങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ട് പെട്ടെന്ന് വിളിച്ചു. ഖാദിമീങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പള്ളിയിലെത്തുന്നതിന് മുമ്പ് ഉസ്താദ വീട്ടിൽ എത്തിയത് ദൊഡ്ഡിയുടെ ഉസ്താദ് മക്കത്ത് വാഞ്ചി 20 വളരുണ്ടോ സംഘാടകരാണ്. നമ്മൾ തളർന്ന ഉസ്താദ് ഇടവഴിയിലൂടെ ഈ തിരക്കിൻ്റെ വണ്ടി കയറി വീട്ടിൽ പോകണം. വീട്ടിൽ കയറാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പൊന്നിലും കൊണ്ട് കയറണം. ബഷീർമാശി എൻ്റെ വീടാണ് ഉയരത്തിൽ. അതേമാതിരി വലിയ തിരക്കല്ലേ, സ്റ്റെപ്പൊക്കെ ആയിട്ട് വലിഞ്ഞ് കയറണം. ഉസ്താദ് അവിടെ വന്നു, പള്ളിയിൽ വന്നു, നിസ്കരിച്ചു, മധുര പറഞ്ഞു, കഴിഞ്ഞില്ല. അയാളെ ജനാസ ജുമാക്ക് മുമ്പ് മറവ് ചെയ്തു. നാട്ടുകാർ പറഞ്ഞു, തങ്ങളെ 3ന്റെ നിങ്ങൾ വേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, പാവപ്പെട്ട ആളാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ ആളെ 3ന്റെ പരിപാടിയിൽ ആളുണ്ടാവും, ആൾക്കുണ്ടാവും. അങ്ങനെ മഹലിന്റെ പ്രശ്നമുണ്ടല്ലേ. ഭക്ഷണത്തിന്റെ വിഷയമൊക്കെ എന്താ വെച്ചപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നു. മാച്ച് കുറച്ച് ആൾക്കാരല്ലേ, എക്സ്പീരിയൻസിന്റെ നമ്മളെ മഹലിന്റെ പ്രസിഡന്റ് അല്ലേ, ആളൊക്കെ കുറവായിരുന്നു വിചാരിച്ചു. ആ നാട് മുഴുവനും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ തന്നെ വെട്ടിപ്പോയി. ആ 3 ദിവസം കൊണ്ട് അയാളുടെ പേരിൽ കറക്റ്റ് ഹത്തുന്ന് ഓർമ്മയില്ല, 10ലും മേലെ ഹത്തുന്ന് തീർത്തിട്ടുണ്ടെന്നിട്ട് അയാളുടെ നെയ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ ഇങ്ങനെ മധുവർണ്ണ തീവില നമ്മൾ ഇഷ്ടമാണ്. എവിടെയോ ഇതാണ് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവസാനം വിജയം ഉറപ്പാണ്. അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. എന്ത് വേണം? ഈ ദിക്റും സ്വലാത്തൊക്കെ നല്ലോണം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മക്കളൊക്കെ വളരുമ്പോൾ ഇവിടുത്തെ ആത്മീയമായ പ്രവർത്തനങ്ങളും അല്ലാഹു വളരെ ഉന്നതിയിലേക്ക് അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് മൈൻഡില്ല, കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ നമ്മൾ പോയ സദസ്സൊക്കെ പോകുമ്പോൾ ആൾ കുറവാണ്. കുട്ടികൾക്കൊന്നും വേണ്ട, പരീക്ഷ പോലും കഴിഞ്ഞില്ല. നാളെ പരീക്ഷയില്ല, മറ്റന്നാളത്തോട് കൂടെ തൽക്കാലം സ്കൂളിൽ കിട്ടൂലേ, ചൊവ്വാഴ്ചയുണ്ട്. എന്നിട്ടാണ് ഈ കുട്ടികൾക്ക് അന്തം. ഈ അന്തമാണ് വേണ്ടത്. അല്ലാഹു ഈ അന്തത്തിലൂടെ വലിയ ഉന്നതി അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കട്ടെ. ഇവിടെ വരാത്ത മക്കളെക്കാൾ നല്ല മാർക്ക് ഇവിടെ വന്ന ആളുകൾക്ക് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് മാർക്ക് കൊടുക്കട്ടെ. സ്കൂളിൽ വരാത്ത ആൾക്കാരെ ചീത്തറങ്ങി വേണ്ടപ്പോ നമ്മൾ ജയിക്കും. പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരുള്ളൂ. പഠിക്കാത്ത വരുമോ? ഇതാണ്ട് നല്ല പഠിക്കാട്ടോ. നാളെ ഞായറാഴ്ച ദിവസം ഒഴിവ് വന്നു. മറ്റന്നാളത്തെ പരീക്ഷയിൽ പഠിച്ചതൊക്കെ നല്ലോണം എഴുതി അറിയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. പള്ളയിലൊരു കുട്ടി ചലനമില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു സ്വലാത്തിന്റെ ഹക്കുണ്ട്, ബദരീങ്ങളുടെ ഹക്കുണ്ട്. അല്ലാഹു ആ കുട്ടിക്ക് റാഹത്തെത്തിക്കട്ടെ. അടുത്ത കൊല്ലം വരെ ചോറ് വേണം എല്ലാ മാസവും. മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, ദിക്ർ ചൊല്ലുന്നവർ, ബദരീങ്ങളുടെ പേര് പറയുന്നവർ, അള്ളാന്റെ പേര് വിളിക്കുന്നവർക്ക് ചോറ് കൊടുക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ്. ചെറിയ ഭാഗ്യമൊന്നുമല്ല, ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള വലിയ ഭാഗ്യമാണ്. കുറെ പൈസ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തമാശ പറഞ്ഞില്ലേ, ജനാധിപതിയിലെ വണ്ടിയിൽ പോകുന്ന ഒരാളാണ് നമുക്ക് ഭക്ഷണം തന്ന. അയാളെ ഭക്ഷണം കണ്ടാൽ അയാള് യൂസുഫലിന്റെ കഴിക്കാൻ പോകും. എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എനിക്കെന്നെ അറിയില്ല. നമ്മളിപ്പോ ഇനി എന്തൊക്കെ തിന്നേണ്ടി അറിയില്ല. ആശുപത്രി പകരം നല്ലോണം ഹെൽപ്പ് ചെയ്തത് അള്ളാഹുവിന്റെ വീട്ടിൽ വലിയ റഹ്മത്ത് ചെയ്യണം. അവരെ മരിച്ചുപോയ ഉപ്പക്ക് അള്ളാഹു ഭക്ഷണത്തെ സ്വർഗീയാക്കി കൊടുക്കട്ടെ. അവിടെ മരിച്ചുപോയ പെങ്ങൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അവർക്കും ഭാര്യക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തോ കുടുംബത്തിലെന്തോ അത്യാവശ്യം കല്യാണം എന്തോ ഉണ്ട്, അത് പോകാതെ ചോറെന്തോ ഒപ്പിച്ച് നമുക്ക് വരാൻ കഴിയാതെ ഭക്ഷണം തന്ന് അങ്ങോട്ട് താങ്ങാൻ തോന്നുന്നു. അതുകൊണ്ട് അവിടെ എത്താനില്ല. അതായത് നമ്മൾ വേറെ അടുത്ത മാസം ചോറ് ഞാൻ കൊടുത്തോളാം. അൽഹംദുലില്ലാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ്, അള്ളാഹു ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇവർക്ക് റഹ്മത്ത് ഏറ്റിത്തരട്ടെ. അള്ളാഹു ഇസ്സത്ത് തരട്ടെ. അള്ളാഹു നല്ല ആഫിയത്ത് തരട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളെ, ഒരുപാട് മനുഷ്യന്മാരെ
തീറ്റിപ്പോറ്റാനുള്ള തൗഫീഖ് നിങ്ങൾക്കും നിങ്ങളുടെ പാരമ്പര്യത്തിനും അല്ലാഹു നൽകട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണം നിങ്ങളെ മരിച്ചുപോയ പൂർവികർ അല്ലാഹു സ്വർഗീയമാക്കി ആസ്വദിപ്പിക്കട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു തരട്ടെ. അടുത്ത മാസം തന്നെ ശഅബാൻ ഉമ്മന്റെ അസുഖം നിങ്ങളെ ഈ ഹദിയ കൊണ്ട് അല്ലാഹു ശിഫയാക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. മോന് വിദേശത്താണ്, അല്ലാഹു പൊരുത്തത്തിലാക്കട്ടെ. നിങ്ങളെക്കാളും വലിയ മോനാക്കി തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ. മക്കൾ നമ്മളെക്കാളും വലുതാണ്, വലിയ ക്രെഡിറ്റാണ്. അല്ലാഹു നമ്മളെക്കാളും നല്ല മക്കളായി അറിവ് കൊണ്ടും തഖ്വ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഈമാൻ കൊണ്ടും പൊരുത്തം കൊണ്ടും അല്ലാഹു നമ്മളെ പാരമ്പര്യത്തെ വിജയിപ്പിക്കട്ടെ. നമ്മൾ നന്നായാലേ നമ്മൾ മക്കളൊന്നാവുള്ളൂ. 10 ഗുണം 10 ഗുണം നേടിയില്ലേ? 10 നന്നായാലേ എന്താവുള്ളൂ? പാരമ്പര്യം. ഒരിക്കലും കുറ്റം കെട്ട ഒരാളുടെ മക്കൾ നന്നാവൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതേപോലെ വരുമ്പോൾ മക്കളൊക്കെ കുട്ടി കൊണ്ടുവന്നാൽ ആപ്പന്റെ പേരിൽ ഇങ്ങനെ കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ട്രസ്റ്റിൽ കൊടുക്കും. എന്റെ ബാപ്പ പണ്ട് പഠിപ്പിച്ചതാണ്. ചില ആൾക്കാർ പറയാം, ചില സ്ഥലത്ത് വിരുവെടുത്തിയാലും ഒരട്ടം വിരുവെടുത്ത് ബാപ്പന്റെ പേരിലാണ്, വീണ്ടും കഴിവെടുക്കും. ചിലപ്പോൾ അടുത്ത പിന്നെയും ഏകണ്ട പറ്റി അല്ല, അത് ഉമ്മന്റെ പേരിലാണ്. ചില സ്ഥലത്ത് അനുഭവം ഉണ്ടായിരുന്നു. ഇവനും ബാപ്പനെയും പറഞ്ഞു പിന്നെയും കഴിവെടുച്ചു ഒരാൾ എന്റെ ഭാര്യന്റെ ബാപ്പന്റെ പേരിലാണ്. അങ്ങനെയൊക്കെയുള്ള സ്നേഹമുള്ള മനുഷ്യന്മാർ, അല്ലാഹു ആത്മാർത്ഥമായ ആത്മീയ സ്നേഹമുള്ള നല്ല സ്വഭാവക്കാരിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെ പറഞ്ഞാൽ നേരം പോകും. അടുത്ത മാസം പിറ്റത്തെ മാസം റമദാനാണ്. അബോക്കാണ് കേട്ടോ, ചോലയിലെ അബോക്ക സ്ത്രീകൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. അടുത്ത മാസം സാധാരണ രീതിയിൽ നമ്മൾ മനക്കൽ ട്രേഡേഴ്സ് മുഹമ്മദ് തൻവീർ, ഇത് റജബാവും മറ്റേ ഷാബാനാണ്. നമ്മളെ ഈ എത്രമാ സാഹിബ് അവർക്ക് അരി എടുക്കുന്ന ആളാണ്. നേരത്തെ ഒന്നില്ലേ വാപ്പ കൊണ്ടുവരുന്ന അരി കച്ചവടക്കാരാണ്. അപ്പോൾ മുമ്പ് എല്ലാ വർഷവും നമുക്ക് ഒരു മാസത്തെ ഭക്ഷണം തരും. ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കോഴിക്കോട്ടുകാരനാണ്. തൻവീർ, മുഹമ്മദ് തൻവീർ. ഉപ്പർ വസീലാണ്. ഉപ്പരവിടെ സ്ഥാനം കിടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ആ ഒരൊറ്റ ബന്ധത്തിന്റെ പേരിലാണ് അല്ലാഹു ഈ ബന്ധം അദ്ദേഹത്തിന് വലിയ റഹ്മത്ത്, ഇസ്സത്ത്, വലിയ കർമ്മമായി അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. അവരെ മരിച്ചവർക്ക് അല്ലാഹു സ്വർഗീയ ഭക്ഷണമാക്കിയ അല്ലാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒപ്പം മരണപ്പെട്ടു. ഉമ്മ ഹയാത്തിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മക്കള് നല്ല പഠിക്കുന്ന മക്കളാണ്. അവർ വിദ്യാഭ്യാസത്തിൽ ഉന്നതിണ്ടാൻ വേണ്ടി ഇനി റമദാൻ ഉണ്ടല്ലോ, ആരാണ് റമദാനിൽ ചോറ് കൊടുക്കാൻ? ആരാ റമദാൻ എങ്ങനെ ചോറ് കഴിക്കാന്ന് ചോദിച്ച് ഇതെപ്പോഴും ഉണ്ടായി. റമദാൻ ബാക്ക് കൊടുക്കലാ ചെയ്യുക. രാത്രിയാണല്ലേ? രാത്രിയല്ല, അപ്പൊ നോമ്പ് തുറയുടെ മുന്നോട്ട് നോമ്പ് തുറ ഷഫീഖ് സാഹിബ് നമ്മൾ പ്രസിഡന്റാണ് സ്ഥാപനത്തിന്റെ. മുമ്പേ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ഇതിനെ ഖിദ്മത്തിൽ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ഉപ്പ ഹയാത്തിലുണ്ട്. അല്ലാഹു അഫിയത്ത് കൊടുക്കട്ടെ. ഷവ്വാൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ജ്യേഷ്ഠ മകന്റെ മകനാണ്. കണ്ണിയത്ത് അബ്ദുൽ മുസ്ലിയാരുമാണ്. മോൻ സക്കാഫിയാണ്. മോൻ ഇവിടെ ഉണ്ട്. പൊരുത്തത്തിലാക്കട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ആ ഭക്ഷണം മരിച്ചുപോയവരെ അല്ലാഹു ആസ്വദിപ്പിക്കട്ടെ. ജ്യേഷ്ഠനും അല്ലാഹു ഈ ഭക്ഷണം സ്വർഗീയമായി അല്ലാഹു ആസ്വദിപ്പിക്കട്ടെ. ഉമ്മയും ബാപ്പനൊക്കെ ഓർത്ത ഈ മക്കൾക്ക് അല്ലാഹു വലിയ പൊരുത്തം അല്ലാഹു കൊടുക്കട്ടെ. അവരുടെ പൂർവികർ അവരെ പൊരുത്തത്തോടെ ഓർത്തു. ഇവരെ ഈ പറഞ്ഞവരെ ഓർക്കുന്ന വലിയ സ്നേഹമുള്ള ദുനിയാവിലും ആഖിറത്തിലും ആനന്ദിപ്പിക്കുന്ന മക്കളെ അല്ലാഹു നൽകട്ടെ. ഒരു മാസം നമ്മുടെ പൂവാടിയിൽ ജബ്ബാറാജിയിട്ടുണ്ട്. ഉപ്പര ഉമ്മയും ഉപ്പയും മരിച്ചതാണ്. ഭാര്യയുടെ ഉമ്മയും ഉപ്പയും മരിച്ചതാണ്. ദുൽഹജ്ജിലാണ്. അതൊക്കെ ദുൽഹജ്ജിനെയാണ് പറയാം.
തീർക്കാതിരി ജബ്ബാറാജി പോവാണ് അല്ലാഹു കബൂലാക്കട്ടെ. പ്രമുഖമായ നമ്മുടെ എല്ലാ വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഉമ്മയപ്പി മരിച്ചു, സ്വർഗ്ഗം കൊടുക്കട്ടെ. ഭാര്യന്റെ ഉമ്മയപ്പി മരിച്ചു. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ഒരു പുതിയൊരു ബിസിനസ് അവിടെ തുടങ്ങുന്നുണ്ട്, വിദേശത്താണ്. പ്രത്യേകം ദ്വാരച്ചാണ് അല്ലാഹു അടുത്ത കൊല്ലം ആ ബിസിനസ് പമ്പിച്ച വിജയത്തിലെത്തിയത് പങ്കുവെക്കാനുള്ള തൗഫീഖ് നൽകണം. ദുൽഹിജ്ജ എന്റെ വാപ്പന്റെ ആണ്ടാണ്, പക്ഷേ ദുൽഹിജ്ജ മുപ്പർക്ക് വേണമെന്നാണ്. അപ്പൊ മുപ്പർക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം. ദുൽഹിജ്ജ മുപ്പരെ മോനെ നല്ലൊരു പഠനത്തിൽ ഒരു പരീക്ഷ ഉണ്ട് ദ്വാരക്കാൻ വേണ്ടി. ദുൽഹിജ്ജ മാസം ഒരു മാസമായിരുന്നു. നമ്മുടെ സ്ഥാപന സെക്രട്ടറിയാണ്. അല്ലാഹു ഒരു സ്വർഗീയ ഭക്ഷണാക്കി കൊടുക്കട്ടെ. മരിച്ചു പോയ വെറുക്കി എന്ന് പറയുന്ന ആൾക്കാര് പാപ്പ വല്യാപ്പ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട്, ഉമ്മ വല്യമ്മ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട്. ഇനി വാപ്പന്റെയും ജീവിച്ചിട്ടുള്ള വാപ്പന്റെയും വേണ്ടിയും പേര് ചോദിക്കാൻ പാടില്ല. അതും കുറ്റം കിട്ടും. അതൊക്കെ മക്കള് മരിച്ചതിന് ശേഷം ഒന്നായിട്ട് വരും ആദ്യം ചെയ്തതൊക്കെ. അപ്പൊ ജീവിച്ചിട്ടുള്ള പേരിൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പോകുന്നതിന് തെറ്റില്ല. ഒക്കെ മരിച്ചു പോയാലും അല്ലാഹു കബൂലാക്കട്ടെ. വാപ്പങ്ങളെ പ്രധാനപ്പെട്ട ഒരു വാക്കുള്ള ഒരാളെ ഈ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് കൊണ്ടുവരാനും കല്ല് കൊണ്ടുവരാനും ഒക്കെ ചോട് അങ്ങനെയുള്ള ആളുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയ പൊരുത്തല്ല കിട്ടുക, ചെറിയ പൊരുത്തല്ല കിട്ടുക. അല്ലാഹു നല്ല പൊരുത്തം കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു പൊരുത്തം കൊടുക്കട്ടെ. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ അസുഖമുണ്ട്. അല്ലാഹു ആഫിയത്തും റാഹത്തും കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ. അടുത്ത മാസം എൻ്റെ അമ്മേൻ്റെ ഭാര്യ രണ്ടാളും പോയി. എന്റെ വാക്ക് മരിച്ചതാണ്, അതേപോലെ ഭാര്യയുടെ വീട്ടിൽ മരിച്ചതാണ്. അവരെണ്ടാളോട് തരുന്നത് ഉമ്മയും ഭാര്യയും ഉമ്മയും എന്റെ ഉമ്മ പകുതി, ഭാര്യ പോയി. അല്ല, ചില ആൾക്കാർ വരുമാനങ്ങളുണ്ടാവും. ഏതായാലും അല്ലാഹു ആ രണ്ട് ഉമ്മമാർക്ക് അല്ലാഹു ഖൈറ് നൽകട്ടെ. അവരെ ഉമ്മമാരെ ഓർത്തതിന് അല്ലാഹു അവർക്ക് വലിയ റഹ്മത്ത് നൽകട്ടെ, വലിയ റാഹത്ത് അല്ലാഹു എത്തിക്കട്ടെ. അത് ചോറ് മാറ്റില്ല. നോക്കുക അതാരാ നിങ്ങളെ വന്നത്? നമ്മളെ നമ്മുടെ അടുത്താണ്. അടുത്ത മാസം സജ്ജന മുഹറം. മുഹറം മാസം ഇംഗ്ലീഷ് തുടക്കട്ടെ, അറബി തുടങ്ങിയില്ലേ? എത്ര മാസം സജ്ജന പെരുവേ ഉമ്മർ കളത്തില്ല. നമ്മൾ ഉമ്മർ കളത്തില്ല. ഒരേ നമ്മളിപ്പോഴത്തെ സുന്യമേമാക്കാരുടെ ഒരു പേരിലുള്ള നമ്മുടെ മർക്കസ് റസീവറായി ഉമ്മർ മരണപ്പെട്ടു പോയി. ഉമ്മക്ക് ചെറിയ അസുഖമുണ്ട്. സഫർ മാസം അവരെ പിന്നെ ചെറിയൊരു സാമ്പത്തികം ആരോഗ്യം കുടി കിടക്കുന്നുണ്ട്. സലാമത്താക്കി കൊടുക്കട്ടെ. സമാധാനം കൊടുക്കട്ടെ. ആ രണ്ടാളുകൾ സജ്ജനക്കും പിന്നെ ശേഷം പറഞ്ഞ ഉമ്മർ കളത്തില്ല. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ മുഹറം സഫർ കഴിഞ്ഞ റബീഉൽ അവ്വലാണ്. ചെറിയ കുട്ടി ആരാണ്? ചെറിയ കുട്ടിയാണോ വലിയൊരു കുട്ടിയെ തോന്നിയാണോ അറിയില്ല. ഹാദി നമ്മളെ ഷബീഖ് സാഹിബിന്റെ മോൻ തന്നെയാണ്, നമ്മളെ പ്രസിഡന്റിന്റെ മോൻ. കുട്ടി തന്നെയാണ് അല്ലേ? പഠിക്കല്ലേ? പൈസ വരുമാനമുണ്ടോ? കുറച്ചൊന്നും ഓൺലൈൻ വരുമാനം ഉണ്ടോ? അതോ വോയിസ് ഒക്കെ ചെയ്യണ്ടേ? കൂടെ ഏതായാലും അല്ലാഹു പൊരുത്തത്തിലാക്കട്ടെ. ചെറിയ പ്രായത്തിൽ ചെറിയ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചോറ് കൊടുക്കാൻ തോന്നിയല്ലോ, ആ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ആ സമ്പത്ത് അല്ലാഹു വലിയ ഉന്നതിയിലേക്ക് ഉയർത്തി കൊടുക്കട്ടെ. എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചെന്ന് അറിയില്ല, അല്ലാഹു ആ ഉദ്ദേശത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദുനിയാവും ആഖിറവും സന്തോഷിപ്പിക്കുന്ന മോനാക്കട്ടെ. വലിയുമ്മമാർ അവർക്ക് അല്ലാഹു സ്വർഗീയ ഭക്ഷണമാക്കട്ടെ. SSFന്റെ ഭാരവാഹിയാണ്. ലാസ്റ്റ് ഒന്നും പറയേണ്ടത് റബീഉൽ ആഖിർ വലിയ മാസമാണ്. എടശ്ശേരി അതും ഇവിടെ കണ്ടിട്ടൊരു പാവം മനുഷ്യന്റെ വരുമ്പല്ലോ സദാ പഠിക്കോടാണ്. ഓരോരുത്തരെ കണ്ടാൽ തന്നെ മുഖം മനസ്സിന്റെ കണ്ണടിയാട്ടില്ലേ? സാധു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ചോറ് തന്നെ
നമ്മളെ സംബന്ധിച്ച് വലിയൊരു കല്യാണ സദസ്സിൽ ചോറ് കൊടുക്കുന്ന ഫലമാണ്. അള്ളാഹു വലിയ ഇസ്സത്ത് അള്ളാഹു കൊടുക്കട്ടെ, വലിയ ഖൈർ അള്ളാഹു കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് അള്ളാഹു കൊടുക്കട്ടെ. അവരെ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗീയമാക്കി ഇത് കബൂലാക്കട്ടെ. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കട്ടെ. അടുത്ത കൊല്ലം ഒരുപാട് സന്തോഷങ്ങളുടെ അനുഭവം അള്ളാഹു കൊടുക്കട്ടെ. ഷേഖിന്റെ മാസാൻ അള്ളാഹു വലിയ ഉന്നതി കൊടുക്കട്ടെ. അടുത്ത കൊല്ലം ഉഷാറാണ്. വന്നതായി പാവം വല്ലാതെ കേൾക്കാൻ അള്ളാഹു തൗഫീഖ് അധ്വാനിക്കണം. വലിയ ബിസിനസ് ഒക്കെ കെട്ടിപ്പടുത്തോടി ഹലാലായിരുന്നു അള്ളാഹു ഉയർച്ച തരട്ടെ. ഹയാത്തിലുണ്ട് ഒരു പെങ്ങൾക്ക് ചെറിയ അസുഖമുണ്ട്. ഷിഫ കൊടുക്കട്ടെ. തങ്ങളെ മാസം ജോലി ചെയ്യുന്ന തലശ്ശേരി തന്നീരിയാണെ കൊടുക്കുക. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. തലശ്ശേരിയിലൊക്കെ മനസ്സിലാക്കി വലിയ പൈസ ഒക്കെ ഉണ്ടാവും. അവിടെ പോയൊക്കെയാണ് സാധനം കണ്ടിട്ട് നല്ല പൈസക്കാരുടെ ലുക്കുണ്ട്. അള്ളാഹു ഗുരുത്തത്തിലാക്കട്ടെ. ഭാര്യക്കൊരു തലവേനുണ്ട്. അള്ളാഹു ഈ സദസ്സിന്റെ കൊണ്ട് അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മക്കളൊക്കെ അള്ളാഹു നല്ല ഉന്നതിയിലാക്കട്ടെ. ആകെ പറഞ്ഞ വിഷയം മക്കൾ ഉഷാറായി കിട്ടണം. അല്ലാതെ ഞങ്ങൾ പിന്നെ ജീവിച്ചത് നല്ല അഡ്രസ് ഉണ്ടാകുമോ? മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഉസ്താദ് മക്കള് നന്നാവണം പറഞ്ഞ എല്ലാ മക്കളും അള്ളാഹു നന്നാക്കി തരട്ടെ. ഉസ്താദിന് അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ദീനി ഖിദ്മത്തിലായി അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. ജമാഅത്തുൽ അവ്വൽ കഴിഞ്ഞ് ജമാഅത്തുൽ ആഖിറാണ് ഈ മാസം തന്നെ. മാസങ്ങൾ ഒരു സദസ്സിന് ഒരു ചോറൊക്കെ കിട്ടണമെങ്കിൽ എത്ര ചരിത്രം പറയണം, എത്ര ആയത്തോണം, എത്ര ഹദീസ് പറയണം. തരിപ്പിക്കാത്ത ഒന്നും പറഞ്ഞില്ല. മരിച്ചുപോയവരെന്ന് പറഞ്ഞു അത് ആത്മീയതയുള്ളവർക്ക് വലിയൊരു സ്നേഹമാണ്. അള്ളാഹു ഈ പറഞ്ഞവർക്കൊക്കെ മരിച്ചവരുടെ കുരുത്തും കുരുത്തവും അള്ളാഹു കൊടുക്കട്ടെ. പറഞ്ഞവരെക്കാൾ വലിയ മക്കളായി പാരമ്പര്യത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒറ്റ മാസത്തെ ചാൻസ് തന്നെ 11 ജമാഅത്തുൽ പോയി പിന്നെ ബഷീർ മാഷ് ഇടയിൽ കൂടെ കഴിച്ചില്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അടുത്ത ജമാഅത്തുൽ ആഖിറ മാസത്തിലാണ് എന്ത് വരിക? വാർഷികം വരിക. വാർഷികത്തെ വെച്ച് തോന വെക്കേണ്ടി വരും. അന്ന് ബഷീർ മാഷും കൂടെ കൂടിയിട്ട് എന്താവട്ടെ, ഹെവി ഫുഡാവട്ടെ. വായക്കാടൻ മന്ദിരായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉപരി വാങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞിങ്ങനെ ഗംഭീരമായി വരുമ്പോഴാണ് അതൊക്കെ പഠിക്കുന്നത്. അപ്പൊ നമ്മള് ഈ സദസ്സിന്റെ സന്തോഷം കൂടി വിട്ടുകൊടുത്തില്ലെങ്കിൽ വാപ്പ കൊടുക്കൂല. കാരണം അത്രയും സദസ്സിൽ വന്നാണ് അള്ളാഹു വൃത്തത്തിലാക്കട്ടെ. വാപ്പക്ക് ഭാര്യയും അപ്പുറത്ത് വേറെ കൊടുത്തു, മരുമകളും കൊടുത്തു, പിന്നെ ഇപ്പോൾ മകനും ഏറ്റു. ഏതായാലും ലാസ്റ്റ് ആയിട്ട് ആളുകൾ രണ്ടാളും കൂടിയിട്ടു. ഇനി ഇടയിലൊക്കെ ആരൊക്കെ വരികയാണെങ്കിൽ അതിനേക്കാൾ കൂട്ടിയിട്ട് ചോറൊന്നും ഉഷാറാക്കിയാൽ മതി. ഞാനുണ്ടോ? ചെറിയ ദുആ കൊണ്ട് ഞാൻ തൽക്കാലം പിരിച്ചു വിടുന്നു. മകന്റെ ജോലി ശരിയാവാൻ ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മോൻ B.Pharm എക്സാമിൽ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അസുഖം സുഖമാവാൻ ഒരു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും അസുഖം സുഖപ്പെടാൻ വേണ്ടി ഒരു സഹോദരി 500 രൂപ. മോൾ SLC-യിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ
ദുആ ചെയ്യണം. മോനൊരു എക്സാം എഴുതിയിട്ടുണ്ട്, അതിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ ദുആ ചെയ്യണം ഒരു സഹോദരി. ഈ നമ്മൾ ഈ സംഭാവന നമ്മളെ ഈ ഭക്ഷണം ഏറ്റ ആളുകളെ കൂട്ടത്തിൽ തന്നെ ശാരീരികമായിട്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതേപോലെ ബിസിനസ്സിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫയറിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ, ഉമ്മക്കും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും ക്യാൻസർ അടക്കമുള്ള മറ്റുള്ള പ്രയാസമുള്ള ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ ഇൻഷാ അല്ലാഹ് അവരെ ഓരോന്നിങ്ങനെ പ്രത്യേകം പറഞ്ഞ സമയം കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി തങ്ങളൊക്കെ ദ്വാരക്കും. നമ്മുടെ ഈ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടും പോലും വരുമാനമില്ല, അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നേരത്തെ ഏറ്റ ഷെഫീഖാക്കാണ് നമ്മളെ പകുതി കറണ്ടിൻ്റെ കാശ് എല്ലാ മാസവും പകുതി നമ്മളെ പ്രസിഡന്റ് തന്നെയാണ് നടക്കുന്നത്, പകുതി നമ്മൾ ചെറുട്ടൂർ റഷീദാജി എന്ന് പറയുന്ന ഒരാളാണ്. രണ്ടുപേരും കൂടിയാണ് കറണ്ട് അടച്ചു പോകുന്നത്. അങ്ങനെ ശമ്പളത്തിനൊക്കെ ഓരോരുത്തരും ഓരോ ഒരു വർഷത്തിൽ 12,000, 6,000, 3,000 അങ്ങനെയൊക്കെ ഏറ്റിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. നേരത്തെ ഒരു കാശ് ഒരാളെ കയ്യിൽ കുടുങ്ങിയിട്ട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കാൻ കാശില്ല, ഭക്ഷണം തന്നെ പോരാ, കുറച്ച് കാശ് കൂടി ഉണ്ടാക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് അള്ളാന്റെ പള്ളിയെ സഹായിച്ചാൽ, സ്നേഹിച്ചാൽ, പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവർക്ക് അർശിന്റെ തണൽ കൂട്ടത്തിൽ കൽബ് പള്ളിയുമായി അണിഞ്ഞുചേർന്ന് പള്ളിക്ക് വേണ്ടി സേവനം ചെയ്ത് സഹായിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഒക്കെ സഹായിക്കണം. ഉമ്മമാരോട് സഹോദരിമാരോട് ഒക്കെ ഓർമ്മപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പള്ളി അത് വലിയ സംഭവമാണ്. ഞാനെ കുറിച്ച് വേറെ ഞാൻ ചെറിയൊരു ദ്വാരം നടത്തിയാൽ പറ്റുന്നത് 2 സ്ഥലത്തും കൂടെ പോകാനാണ്. ഞാൻ നിങ്ങളെ ഈ സദസ്സിന്റെ സൗകര്യം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോയതാണ്. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം അടിവരട്ട് പറയാൻ വിട്ടുപോയി. നല്ല മനുഷ്യന്മാരായതെന്ന് പറയാൻ അങ്ങാടിന്ന് പൊളിച്ചറിയാൻ പറ്റില്ല. നല്ല ആളുകളോട് എത്രയും പറഞ്ഞാൽ പോലും തീരൂല്ല. താടി പഠിക്കൽ ഹറാമാണ്. താടി പഠിക്കൽ ഹറാമാണ്. ചില ആൾക്കാരെ കലാഹത്തൊക്കെ പറയും. എന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിച്ചത് താടി പഠിക്കൽ ഹറാമാണ് എന്നാണ്. അള്ളാന്റെ റസൂല് താടി പഠിച്ച ആ സദസ്സിൽ കണ്ടപ്പോൾ അവിടുത്തെ മുഖത്തിനും അവിടുത്തെ നോട്ടത്തിനൊക്കെ വല്ലാത്തൊരു പ്രയാസം സഹാബത്ത് അനുഭവപ്പെട്ടത് രേഖപ്പെടുത്തിയത് ചരിത്രത്തിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂലിനെ കാണണം, വയ്ക്കുമ്പോൾ കാണണം, ഖബറിൽ ആസ്വദിക്കണം. മലക്കുകൾ എത്തുന്നതിന്റെ മുമ്പ് അള്ളാന്റെ ഹബീബ് അവിടുത്തെ പ്രിയപ്പെട്ടവർ 6 അടി മണ്ണിൽ ഇരുട്ടിൽ ഒറ്റപ്പെടുന്നത് ഹബീബ് ഇഷ്ടപ്പെടൂല പ്രഖ്യാപിച്ചു പോരാൻ. ഇതൊന്ന് കേൾക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്, എന്റെ പ്രിയപ്പെട്ടവർ ഖബറിൽ ഒറ്റപ്പെടുന്നത് ഞാൻ സഹിക്കൂല. അതിനെന്താ ചെയ്യാ? അവരെ സമാശ്വസിപ്പിക്കാൻ ഞാനെത്തും. മുഹമ്മദ് റസൂലുള്ളാഹി. ഖബറിൽ ഒരേ ഒരു മനുഷ്യന് വരാൻ അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ ഹബീബിന് മാത്രമാണ്. 6 അടി ആ കൂരിരുട്ടിൽ കല്ലിന്റെ ആ കെട്ടിന്റെ ഭദ്രതയുടെ അടിയിൽ മൂടുകല്ല് വെച്ച് ചളി തേമ്പി ഓലയും എരയും ഒക്കെ വെച്ചിട്ട് ചളി തേമ്പിയിട്ട് മുഴുവൻ കോട്ടയും അടച്ച് അവസാനത്തെ കല്ലിനുള്ളിലൂടെ പകലാണെന്ന് നോക്കും. വെളിച്ചോടുന്ന വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അടച്ച് തേമ്പി അവസാനത്തെ കല്ലും വെച്ച് ചളിയാക്കി അടച്ചിട്ട് ഇതൊക്കെ ആരെ ചെയ്യാം? സ്വന്തം മോന്, ഭർത്താവാണെങ്കിൽ പിന്നെ മക്കൾ വേറെ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഇങ്ങനെ തുടങ്ങിയവരൊക്കെ ചുറ്റുണ്ടാവും. കല്ലിനെ എടുത്തു കൊടുക്കും, ചിലപ്പോൾ മണ്ണിനെ വാരി ഇട്ടു കൊടുക്കും. ആരതൊക്കെ ചെയ്യല്? അന്യരൊന്നല്ല, വളരെ വേണ്ടപ്പെട്ടവരാണ്.
മരിച്ചു കഴിഞ്ഞാൽ വേഗം മയ്യത്തിൻ്റെ തോളിലേക്ക് പോരാണ്, വളരെ വേണ്ടപ്പെട്ടവരാണ്. അല്ല, കൈകാര്യം പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ള സംഭവങ്ങൾ മുഴുവൻ ചെയ്യുന്ന സ്വന്തക്കാരാണ്. അവരിൽ മുഴുവനും അടക്കി ഒതുക്കി മണ്ണിട്ടിട്ട് അവസാന ആ വലിയ കൂനയുടെ മുകളിൽ 2 ഭീകരമായ കല്ലുകൾ മീസാൻ കല്ലുകളായി നാട്ടി, പിന്നെ മണ്ണ് ഇറങ്ങിപ്പോകാതിരിക്കാൻ വെള്ളം പാർന്ന് കാലുകൊണ്ടും കൈകോട്ട് കൊണ്ടും അടിച്ച് അമർത്തി ഒതുക്കി സ്വന്തക്കാർ ഒരു ദയവില്ലാതെ കവർ പുറത്തു പോകാം. ആ സ്ഥാനത്ത് ഹൃദയം പിടക്കും ഹബീബിന്റെ. ആ കബറിൽ കിടക്കുന്ന ആള് ഹബീബിനെ പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിയം ഹബീബിന്റെ തിരുസുന്നത്തുകളോടുള്ള ബഹുമാനത്തിലൂടെ ആവണം. ഇനി താടി ഒന്ന് വെക്കണം. ചില ആൾക്കാർ ഒരു സ്ഥലത്ത് ഓരോന്നും പറയാത്തതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗൗരവത്തിലുള്ളതൊന്ന് പറഞ്ഞു തന്നു. സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ സ്വീകരിച്ചാൽ നിങ്ങൾ സ്വർഗം നേടുമ്പോൾ ഞാൻ കൂടെ കൊണ്ട് വിളിച്ചോണ്ടോ അതിന് കൂടെ ഇത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പിന്നീട് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ് താടി വെച്ച് പ്രാവശ്യം ചൊറിഞ്ഞ് ഇടങ്ങറായി, എന്നാലും അള്ളാന്റെ ഹബീബിനെ കാണുന്നു പറഞ്ഞില്ലേ, ആ ഒരൊറ്റ പൂതിക്ക് വെച്ചതാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. കടപ്പുറത്ത് കെട്ടിച്ചൊരാൾ പറഞ്ഞു നീ മറക്കിൽ പോയെന്നറിഞ്ഞു പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ ശരിയാവും. ഞാനൊക്കെ പറഞ്ഞ് അമ്മ എന്നോട് മാറ്റാൻ 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അത് മോള് പറഞ്ഞു ഇപ്പൊ അപ്പം മണത്തില്ല. എന്താ 2 ആഴ്ച വന്നപ്പോ താങ്ങിയതാണ്. താടി വെച്ച് ശീലമില്ലാത്തപ്പോഴാണ് ഈ പഠിച്ചാൽ വെക്കുമ്പോ എന്താ ചൊറിച്ചിൽ വരിക. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താടി വെക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, പഠിച്ചതനുസരിച്ച് താടി പഠിച്ച ആൾക്കാർക്ക് അള്ളാഹു റസൂലിനെ കാണാൻ പറ്റൂല. ഇനി അങ്ങനെ കാണാൻ പറ്റും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ ഉസ്താദ് നിങ്ങൾ ആരെങ്കിലും എനിക്ക് പരിചയപ്പെടുത്തി തരണം എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സഹോദരന് ഒരു അസുഖമുണ്ട്, ദ്വാരക്കണം അറിഞ്ഞോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ഒരു ധൈര്യം പറയാണ്. നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന് മക്കളുണ്ടാകാത്ത ആളുകൾക്ക് ദുആ ചെയ്ത് മക്കളെ കിട്ടിയ അനുഭവമുണ്ട്. അസുഖത്തിൽ വളരെ പ്രയാസപ്പെട്ട ആളുകൾ അസുഖം മാറിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു നല്ല സദസ്സാണ്. നമ്മൾ സയ്യിദന്മാരെ കൊണ്ടുവന്ന് ഈ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും പറയാനോ മറ്റൊക്കെ വിട്ടുപോയിട്ട് ആരും വിഷമിക്കണ്ട. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തി ദുആക്കും നിങ്ങൾ മനസ്സിലാക്കരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. ونعوذ بالله من حال أهل النار حتى يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم صل وسلم على رسولك سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. إنا نتوسل إليك باسمك العظيم
وبجاه نبيك الكريم وبشهدائك البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا وبيتنا واجتماعنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء اللهم نبر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشرب بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا وحسنا فيما بقي من آجالنا اللهم توفنا مسلمين وألحقنا بالصالحين اللهم اجعلنا من الذاكرين الشاكرين التوابين المتطهرين اللهم اجعلنا من عبادك الصالحين اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين اللهم أعزنا بعزتك اللهم اغفر لنا بمغفرتك اللهم ارحمنا برحمتك اللهم اعف عنا بعفوك اللهم سلمنا بسلامتك اللهم انصرنا بنصرتك اللهم ارزقنا برزقك اللهم وفقنا لخدمة دينك طول الزمان مع الصحة والعافية والعزة يا عزيز يا غفور يا غفار يا ذا الجلال والإكرام സദസ് കബൂലാക്കണേ അല്ലാഹ് സാന്നിധ്യമുള്ള സദസ്സാക്കണേ അല്ലാഹ് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സുഖം തരണേ അല്ലാഹ് സകല രോഗങ്ങളിൽ നിന്നും ശിഫയും സലാമത്തും റാഹത്തും ആരോഗ്യവും ദീർഘായുസ്സും ത്വാഹത്തിലായി നൽകണേ അല്ലാഹ് മാരക ഭീകര ദുരിത രോഗങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മാതാപിതാക്കൾ ഉസ്താദന്മാർ കൂട്ടുകുടുംബാദികൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ അവരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരമക്കൾ സഹായികൾ സഹകാരികൾ സദസ്സിന്റെ സാന്നിധ്യങ്ങൾ ഞങ്ങളുടെ പള്ളി മദ്രസ ദറസ് സഹകാരി സ്നേഹ സഹായ ബന്ധങ്ങൾ നാട്ടിലുള്ളവർ വിദേശത്തുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഭക്ഷണം തന്നവർ ഹദിയകൾ കരുതിയവർ നീ കബൂലാക്കി റാഹത്താക്കി സന്തോഷമാക്കണേ അല്ലാഹ് സമാധാനമാക്കണേ അല്ലാഹ് പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ് വിവാഹം നന്നാക്കി തരണേ അല്ലാഹ് നല്ല ബന്ധങ്ങൾ തരണേ അല്ലാഹ് വീടില്ല ജോലിയില്ല മക്കളില്ല പരിഹരിക്കണേ അല്ലാഹ് ബറക്കത്ത് റഹ്മത്ത് റാഹത്ത് തരണേ അല്ലാഹ് പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണേ അല്ലാഹ് നന്നാക്കണേ അല്ലാഹ് നന്നാക്കണേ അല്ലാഹ് മരിച്ചവരുടെ ആവടി കൊണ്ട് സ്വർഗമാക്കണേ അല്ലാഹ് ഈ സദസ്സിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ മരിച്ചവർക്ക് സ്വർഗീയമാക്കണേ അല്ലാഹ് ജീവിച്ചിരിപ്പുള്ളവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ് ഏറ്റവും പൊരുത്തവും ഇസ്സത്തും നൽകണേ അല്ലാഹ് കാണാൻ റൗളയിലെത്താൻ മദീനയും മക്കയും കാണാൻ കഅബ ചുറ്റാൻ സഫാ മർവയുടെ ഇടയിലൊന്ന് സഞ്ചരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ് മാരക ഭീകര രോഗങ്ങൾ ഹോസ്പിറ്റൽ ICU വെന്റിലേറ്റർ ഡയാലിസിസ് ബൈപ്പാസ് സർജറികൾ ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് സ്ട്രോക്ക് തുടങ്ങിയ എല്ലാ ഷർറിൽ നിന്നും കാക്കണേ അല്ലാഹ് മരണം നന്നാക്കി തരണേ അല്ലാഹ് ദീനിന് ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ് ഈ സദസ്സിൽ ഭക്ഷണം കബൂലാക്കണേ അല്ലാഹ് പരീക്ഷയിൽ നല്ല വിജയം നൽകണേ അല്ലാഹ് ഈ സദസ്സിൽ വന്ന ഒരാളെയും വെറുതെയാക്കല്ല അല്ലാഹ് പ്രയാസത്തിലാക്കല്ല അല്ലാഹ് കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ് മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാഹ് ഈ സദസ്സിൽ കൊണ്ടുവന്ന ഹദിയ നീ കബൂലാക്കണേ അല്ലാഹ് നീ
പൊരുത്തപ്പെട്ടവരായി മരണം വരെ ആത്മീയ ഉന്നതിയോടെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ദീന് മറന്ന് അഴിഞ്ഞാടുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും പെടുത്തല്ല അല്ലാഹ്. ജീവിതം സംശുദ്ധമാക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ്, അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. ഹളറത്തുൽ ബദരിയയുടെ മജ്‌ലിസ് എന്ന നിലയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെറുദോഷങ്ങളും നിർദോഷങ്ങളും അറിഞ്ഞും അറിയാത്തതും എല്ലാം മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദീനിന് ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ്. എല്ലാ ശർറ്, സിഹ്ർ, ശൈത്താൻ, കണ്ണേർ, പിരാക്ക് തുടങ്ങിയതൊക്കെ ബാത്തിലാക്കണേ അല്ലാഹ്. തട്ടിപ്പോകും രണ്ട് കൂട്ടർ മനുഷ്യരുമായി ഇടപെട്ടവർ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പലിശടപാട് നടത്തുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവരെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. അതിനുള്ള മനസ്സ്, കുറ്റബോധമോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നീ നൽകി മാപ്പാക്കണേ അല്ലാഹ്. കുടുംബ ബന്ധം വിളിച്ചു കഴിഞ്ഞാലും നീ ദുആ സ്വീകരിക്കൂല അല്ലാഹുവേ. മാതാപിതാക്കളെ വെറുപ്പിച്ച് തെറ്റി നടക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഖൽബ് ശുദ്ധിയാക്കി നന്നാക്കി രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരണം വരെ ഈ രണ്ട് കുരുത്തക്കേട് സംഭവിക്കുന്ന, കുരുത്തക്കെട്ട് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളാരെയും പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയവർ, ഈ സദസ്സിന്റെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായ പലരും ആറടി മണ്ണിലുണ്ട്. മാപ്പാക്കി സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ ആറടി മണ്ണ് സ്വർഗം പുകാവനമാക്കണേ അല്ലാഹ്. ഗർഭിണികൾ പ്രസവം എളുപ്പമാക്കണേ അല്ലാഹ്. ജോലിയിലും അതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചവരും കച്ചവടങ്ങളിലും റഹ്മത്ത് നൽകണേ അല്ലാഹ്. വീട് പണിയും മറ്റും തുടങ്ങിയവർ, ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന തക്ബീറടക്കമുള്ളവർ, അല്ലാഹുവേ നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ഈ നാട്ടുകാരല്ലാത്തവരും സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പൊരുത്തം നൽകണേ അല്ലാഹ്. സദസ്സിൽ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ട്. സകല പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.